ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഊട്ടി ട്രിപ്പിനെ പറ്റിയാണ്. ഇന്നലെ ഞാൻ ഊട്ടി ട്രിപ്പിന് പോയപ്പോൾ എനിക്ക് ഇന്നലെ ഇൻട്രോ എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഈ ട്രിപ്പ് ശരിക്കും സംഭവിക്കുന്നത് മിനിഞ്ഞാന്നാണ്. പക്ഷേ ഡിസപ്പോയിൻറ്റിങ് ആവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് എടുത്തു വെച്ച വീഡിയോസ് മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പക്ഷേ ഇന്നലെ തൊട്ടുള്ള കണ്ടന്റ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പരമാവധി എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്നത് പോലെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴി അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ നമുക്ക് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പാസ് പോലെ ഒരെണ്ണം നമുക്ക് തരുന്നതാണ്. ഇതവരെ കാണിച്ചിട്ട് വേണം നമ്മൾ ഫാക്ടറിയിലേക്ക് കയറാൻ. അപ്പോൾ നമ്മൾ ഇപ്പം ടീ ഫാക്ടറിക്കുള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിങ്ങിപ്പോയി ഗൈസ്. ഇവിടെ ഫുൾ ക്യൂ ആണ്. അപ്പം ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ചായപ്പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തേയിലയില.
ഇവിടെ ഈ തേയിലകളെല്ലാം അരച്ച് ഒരു കംപ്രസറിലിട്ട് വലിച്ച് തുണി പോലെ ആക്കിയെടുക്കുന്നു. അവസാനം ഈ തേയിലകളെല്ലാം ഇതിനകത്തോട്ട് പോയി പൊടിച്ച് ചായപ്പൊടിയാക്കി എടുക്കുന്നു. ഇതാണ് ഗൈസ് അവർ കൊടുക്കുന്ന പല വിധത്തിലുള്ള ചായപ്പൊടികൾ. നമ്മൾ പ്രോസസ്സിങ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവർ സാമ്പിളായിട്ടൊരു ചായ തരുവേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക്. എൻ്റെ അനിയത്തിയൊക്കെ കുടിച്ച് നോക്കിയപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കസിൻസും കുറച്ച് കുടിച്ച് നോക്കിയിരുന്നേ, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ചായ. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ കുറേ കടകൾ കണ്ടു. ലെമൺ ടീ, ജിഞ്ചർ ടീ, കാർഡമൺ ടീ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഇവിടെയുള്ള വ്യത്യസ്തങ്ങളായ ടീ പൗഡറുകൾ നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ടീ ഫാക്ടറി കഴിഞ്ഞു. ഇനിയുള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ടറിക്കുള്ളിൽ കയറിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നമ്മൾ കയറി വരുന്നതോടെ ഇവർ നമ്മുടെ കയ്യിൽ 3 ചോക്ലേറ്റ്സ് സാമ്പിളായിട്ട് നമുക്ക് തരുന്നതാണ്. ഈ ചോക്ലേറ്റ്സിൽ എനിക്ക് ഹേസൽ നട്ട് എന്ന് പറഞ്ഞ ആ ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമുക്കിഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തെ നിലയിലേക്ക് പോയി അതിലേക്കൂടിയാണ് ചോക്ലേറ്റ് നമുക്കിഷ്ടമുള്ളത് വരുന്നത്. അപ്പം അവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ നാം ചോക്ലേറ്റിൻ്റെ ക്യാഷ് അടച്ചിട്ട് അപ്പുറത്തെ ഡെലിവറി കൗണ്ടറിൽ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കിട്ടുന്നതാണ്. ഇവിടെ തന്നെ ഒരു കടയുമുണ്ട്. അതായത് ചെറിയ സെറ്റർ, ക്യാപ്പ് അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാനും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
അങ്ങനെ ഗൈസ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. കയറി വന്നപ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. അതായത് ഒരു റൗണ്ട് ഫുള്ളും മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പൂക്കൾ കൊണ്ടൊരു മനോഹരമായ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ചെടിച്ചട്ടികൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിലെ അവസാനത്തെ സീനറിയാണ്. മനോഹരമായ പൂക്കൾ കൊണ്ട് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതും പുഷ്പങ്ങൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നതും ഒക്കെ നമ്മളിവിടെ കാണുന്നത്. എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമ്മുടെ തുടർന്നുള്ള യാത്ര. അടുത്ത ഡെസ്റ്റിനേഷനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് ഒരു പൈൻ ഫോറസ്റ്റ്. സമയത്തിന് കുറവുള്ളത് കാരണം നമ്മൾ ഇവിടെ കയറിയില്ല. പുറത്തുള്ള വിഷ്വലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് 2000 കാലഘട്ടങ്ങളിൽ സിനിമ ഷൂട്ട് ചെയ്തിരുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗൈസ് അങ്ങ് ടോപ്പിലാട്ടോ കാഴ്ചകൾ ഫുള്ളിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടം വരെ നമുക്ക് കയറി പോവാം. ഗൈസ് അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മളൊരു എക്കോ ട്രൈബൽ ഷോപ്പ് ഇവിടെ കണ്ടിരുന്നു. നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. സോ ഗൈസ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതുവരേക്കും ഇറ്റ്സ് മീ
ജോസ്മിൻ ഷിജോ സൈനിങ്